അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ കുടുംബത്തെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചൊരു കാര്യമല്ല. അതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2020 ഞങ്ങളുടെ പള്ളിയിലുള്ളൊരു ചേച്ചി എൻ്റെ അമ്മയോട് പറഞ്ഞാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ആ ചേച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് ഞങ്ങൾക്കിതിൻ്റെ മഹാത്മ്യം മനസ്സിലായത്. അങ്ങനെ അമ്മ ഒരു കോവിഡ് സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ വർഷമായിരുന്നു ഞാൻ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഒരു പേടിയായിരുന്നു, കിട്ടുമോ എന്താവും ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ടെന്ന് തന്നെ പറയട്ടെ, ഞാൻ ആ വർഷം ആ സ്കൂളിലെ ടോപ്പറായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ കോളേജിലൊക്കെ ചേർന്നു. പിന്നീട് എൻ്റെ അനിയൻ +2-ലായിരുന്നു. അവൻ അവസാനത്തെ മോഡൽ വരെ അവൻ്റെ മാർക്ക് വളരെ കുറവായിരുന്നു. ടീച്ചർമാർ പറയാത്തൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു. പക്ഷേ മാതാവിൻ്റെ സഹായം കൊണ്ടും അവിടെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചെന്ന് വേണേൽ പറയാം. അവനും ആ സ്കൂളിൽ നല്ല മാർക്കോടെയാണ് ഞാൻ വിജയിച്ചു. പിന്നെ പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ അനിയത്തിക്ക് അവളുടെ കാലയിലൊരു ചൊറി പോലെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പലയിടത്തും മരുന്നൊക്കെ പോയി മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ശരിയായില്ല. ഫുഡിന് അലർജിയാണോ അതോ എന്തെങ്കിലും കടിച്ചതിൻ്റെ അലർജിയാണോ ഒന്നൊന്നും അറിയാതെ ഞങ്ങൾ കുറേ മരുന്നുകളൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായില്ല. അവസാനം ഇവിടുത്തെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവളുടെ ചൊറി വന്ന ഭാഗത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം എന്ന് ഞങ്ങൾ ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞങ്ങളത് കഴുകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ 4ാമത്തെ അനിയത്തിക്കും വലിയൊരു രോഗസൗഖ്യം അമ്മ മാതാവും തിരുക്കുമാരനും തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതിൽ പറയാനുള്ള കാര്യമാണെങ്കിൽ, എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ ബോധം കെട്ടൊക്കെ വീഴുമായിരുന്നു. അങ്ങനെ എനിക്ക് യാതൊരു വിധത്തിലും എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വർഷങ്ങളായിട്ട് ഞാൻ ഈ വേദന അനുഭവിച്ച് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു വിട്ടു, എനിക്ക് വരാൻ പറ്റത്തില്ല, അമ്മ മാതാവിനോടൊന്ന് പറഞ്ഞേക്കണം, എൻ്റെ ഈ വേദന ഒന്ന് മാറ്റിത്തരണമെന്ന്. ഞാൻ പക്ഷേ എപ്പോഴും എനിക്ക് പീരിയഡ്സ് വരുന്ന സമയത്ത് ഞാൻ അടിവയറ്റിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈ വേദന മാറ്റിത്തരണേന്ന്. എൻ്റെ ഒരു ഒക്ടോബർ മാസത്തിൽ 2022 ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ വേദന പോകുന്നത്. പിന്നീട് ഇത്രയും വർഷമായിട്ട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല. അതെൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്ന വേദനയാണ്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ പോകുമ്പം പത്രവിതരണം ചെയ്യും. ഞങ്ങളുടെ വീട് പുറ്റടി ഭാഗത്താണ്, ഇടുക്കി പുറ്റടി വേളാങ്കണ്ണി മാതാ ഇടവകയാണ്. ഞങ്ങളുടെ വീട് തമിഴ്നാട് ബോർഡറാണ്. അവിടെ കുറേ പള്ളികളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു 10 കെട്ട് പത്രം മേടിക്കും. തമിഴ് പത്രവും മലയാള പത്രവും 10 കെട്ട് മേടിക്കും. മലയാള പത്രം ഞങ്ങളുടെ പള്ളിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങൾ കൊടുത്തു തീർക്കും. തമിഴ് പത്രം ഞങ്ങൾ ഈ 10 കെട്ട് പത്രം മേടിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ 6 പേരും 6 സ്ഥലത്തൂടെ പോകും. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തൂടെയൊക്കെ നടന്ന് ഞങ്ങൾ ഈ പത്രം കൊടുക്കും. അപ്പം ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികളാണോ അതോ ഇവർക്ക് വിശ്വാസമുണ്ടെന്ന്. മിക്ക വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വേളാങ്കണ്ണി മാതാവിനെ കാണും. അങ്ങനത്തെ വീടുകൾ ഞങ്ങൾ കയറി ഞങ്ങളെല്ലാവരും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവർക്ക് പത്രം കൊടുക്കുമായിരുന്നു. അതാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ആശ്രമങ്ങളിലൊക്കെ സന്ദർശിച്ച് അവിടുത്തെ രോഗികളെ അവരെ ആശ്വസിപ്പിക്കുകയും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ രീതി കൊടുത്തൊക്കെ സഹായിക്കുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ താലൂക്ക് ആശുപത്രികളിലൊക്കെ സന്ദർശിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ അവരെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. അയൽവക്കത്തിൽ എന്തെങ്കിലും രോഗികളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത ശേഷം അമ്മയാണ് ആദ്യം എടുക്കുന്നത്. അമ്മയുടെ വിശ്വാസവും മാതാവിനോടുള്ളത് കാരണം മാതാവിനോട് പ്രാർത്ഥിച്ച് ആണ് ഞാൻ 2023 ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച ഒരു നിയോഗമായിരുന്നു, ഞാനൊരു PG സ്റ്റുഡൻ്റ് ആയപ്പം MCOM പഠിക്കുകയാണ്. ഞാൻ അന്ന് വെച്ചൊരു നിയോഗമായിരുന്നു, BCom കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ കീഴിലുള്ളൊരു കോളേജ്, മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നൊരു കോളേജിൽ എന്നെ കൊണ്ട് ചേർക്കണമെന്ന്. അങ്ങനെ ഞാൻ വേറെ എങ്ങും വെച്ചില്ല, ഞാൻ ഒറ്റ കോളേജ് മാത്രമേ വെച്ചുള്ളൂ. മരിയ എന്നായിരുന്നു കോളേജിൻ്റെ പേര്. ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാനിപ്പോൾ അവിടെ MCOM പഠിക്കുകയാണ്. പിന്നെ
ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടെ ആഴപ്പെട്ടെന്ന് വേണേൽ പറയാം. ഞങ്ങൾ ആരും ഒരിക്കലും ഒരു കുർബാന പോലും മുടക്കത്തില്ല. 6 പേരും, ഇപ്പം ഞാനൊരു ഹോസ്റ്റൽ, എൻ്റെ അനിയൻ്റെ ഹോസ്റ്റലല്ല, ഞങ്ങൾക്ക് അവിടെ പറ്റുവാണെങ്കിൽ ഞങ്ങൾ അവിടെ പോവും. വീട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾ 6 പേര് ഒരുമിച്ചാണ് കുർബാനയ്ക്ക് പോകുന്നത്. ആയിട്ട് ഒരിക്കലും ഞങ്ങൾ ജപമാല ഞങ്ങൾ ഒരിക്കലും മുടക്കത്തില്ല. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഞങ്ങൾ പോയി കുമ്പസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. അത് എപ്പോഴും അപ്പം അമ്മ ഉറപ്പി വരുത്തിയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തിരുക്കുമാരനും അമ്മ മാതാവും തന്ന ഓരോരോ അനുഗ്രഹങ്ങൾ.